വാർത്തകൾ തുടരുന്നു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രി സ്ഥാനത്ത് ബിരേൻ സിംഗിന് പകരക്കാരനെ കണ്ടെത്താൻ ബിജെപി കേന്ദ്ര നേതൃത്വത്തിന് കഴിയാത്തതിനെ തുടർന്നാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ആർ കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, മുഖ്യമന്ത്രി സ്ഥാനത്ത് ആര് വന്നാലും പ്രശ്നപരിഹാരമാകില്ല എന്നതായിരുന്നു പല വിശകലനങ്ങളിലും കണ്ടത്. ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രതികരണങ്ങൾ എന്താണ്? മെയ്തേയ് കുക്കി വിഭാഗങ്ങളുടെ ഈ വാർത്തയോടുള്ള പ്രതികരണം എന്താണ്? മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തു വന്നിരിക്കുകയാണ്. പ്രധാനമായും രണ്ട് കാരണങ്ങളാണ്. രാഷ്ട്രീയ കാരണം എന്ന് പറയുന്നത് ബിരേൻ സിംഗിന് പകരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എല്ലാ വിഭാഗത്തിന്റെയും BJP MLA-മാരുടെ അടക്കം സമവായം കണ്ടെത്തി ഒരു നേതാവിനെ തീരുമാനിക്കാൻ BJP കേന്ദ്ര നേതൃത്വം പരാജയപ്പെട്ടു എന്നതാണ്. രണ്ടാമത്തെ സാങ്കേതിക കാരണം മണിപ്പൂർ നിയമസഭ 6 മാസത്തിനുള്ളിൽ സമ്മേളിക്കണം എന്നാണ് വ്യവസ്ഥ. മണിപ്പൂർ നിയമസഭ സമ്മേളിച്ചിട്ട് ഫെബ്രുവരി 12-ന് ഇന്നലെ 6 മാസം തികഞ്ഞു. ഇതാണ് സാങ്കേതിക കാരണം. ഈ രാഷ്ട്രീയ കാരണവും സാങ്കേതിക കാരണവുമാണ് പ്രധാനമായും മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാനുള്ള കാരണം. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുമ്പോഴും മണിപ്പൂർ നിയമസഭ പിരിച്ചുവിട്ടിട്ടില്ല. മണിപ്പൂർ നിയമസഭ പിരിച്ചുവിടാതെ മരവിപ്പിക്കൽ തീരുമാനം തുടരുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം മണിപ്പൂർ നിയമസഭയ്ക്ക് ഇനിയും 2 വർഷം കൂടി 2027 മാർച്ച് മാസം വരെയാണ് കാലാവധി ഉള്ളത്. ഈ സമയത്തിനുള്ളിൽ ഇപ്പോൾ തന്നെ പിരിച്ചുവിട്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ BJPക്ക് സ്വാഭാവികമായും തിരിച്ചടി നേരിടാനുള്ള സാധ്യതയുണ്ട്. കുക്കി വിഭാഗം പൂർണ്ണമായും BJP സർക്കാരിന് എതിരായ നിലപാടിൽ സ്വീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുക്കി വിഭാഗത്തിന് പ്രാതിനിധ്യമുള്ള പാർട്ടികളടക്കം നേരത്തെ BJPക്ക് പ്രഖ്യാപിച്ചിരുന്ന പിന്തുണ പിൻവലിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മെയ്തേയ് വിഭാഗത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ BJPയിലെ ബിരേൻ സിംഗ് സർക്കാരിനോടുള്ള കടുത്ത വിയോജിപ്പുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ അടക്കമുള്ള പശ്ചാത്തലവും കൂടി കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അത് BJPക്ക് തിരിച്ചടിയാവും എന്നത് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് BJP കേന്ദ്ര നേതൃത്വം പിൻവാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ ഇരു വിഭാഗങ്ങളെയും സമവായത്തിലൂടെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ടെത്താനുള്ള സാവകാശം ലഭിക്കും. അതോടൊപ്പം തന്നെ മണിപ്പൂരിലെ കലാപാന്തരീക്ഷത്തിന് ഒരു പരിധിവരെയും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് ഒരു പരിധിവരെ അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുക. അങ്ങനെ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ മറ്റൊരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ സർക്കാരിന്റെ കാലാവധി 2 വർഷം കൂടി നീട്ടിയെടുക്കാൻ കഴിയും. ആ 2 വർഷം കൂടി BJP ഭരണത്തിലേക്ക് അവിടെ തുടരാൻ കഴിയും. കാരണം 60 അംഗ നിയമസഭയിൽ 38 അംഗം BJPക്ക് മാത്രമുണ്ട്. JDUവിന്റെ 6 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. സ്വതന്ത്രന്മാരുടെ 3 പേരുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അവിടെ അങ്ങനെ ഒരു അംഗങ്ങളുടെ തരത്തിൽ ഭീഷണിയില്ല. പക്ഷേ BJPയിലെ ഒരു വിഭാഗം MLA-മാർ ബിരേൻ സിംഗ് ആണ് മുഖ്യമന്ത്രിയെങ്കിൽ കോൺഗ്രസ് 5 MLA-മാർ മാത്രമുള്ള കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ള നിലപാട് സ്വീകരിച്ചു. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും മറ്റ് പ്രധാനപ്പെട്ട ചെറുകിട പാർട്ടികളെല്ലാം തന്നെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കലാപം രൂക്ഷമായിരുന്ന ഘട്ടത്തിൽ പോലും ബിരേൻ സിംഗിനെതിരെ അതിരൂക്ഷമായ രീതിയിലേക്ക് അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം BJPക്കുള്ളിലും ഉയർന്നിട്ടും അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടായിരുന്നു BJP കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ച് അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അവസാനം BJPയിൽ നിന്ന് കുക്കി വിഭാഗക്കാരായ 8 MLA-മാരടക്കം അവർ ഈ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കും, BJPക്കെതിരായി വോട്ട് ചെയ്യും എന്നുള്ള ഭീഷണി മുഴക്കിയതോടുകൂടിയാണ് ബിരേൻ സിംഗിനെ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രത്യേകമായി ചർച്ച നടത്തി അദ്ദേഹത്തോട് രാജിവെക്കാൻ നിർദ്ദേശിച്ചത്. രാജിക്ക് പകരം മറ്റൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഇപ്പോഴും BJP നേതൃത്വത്തിന് കഴിയുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് തന്ത്രപരമായ ഒരു നിലപാടെന്ന നിലയ്ക്ക് മണിപ്പൂർ നിയമസഭ മരവിപ്പിച്ച് നിർത്തുക, അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക. അതിനുശേഷം പിന്നീട് അവിടുത്തെ ഗവർണർ സ്ഥാനത്തേക്ക് തന്നെ നിൽക്കുന്നത് BJPയുടെ വിശ്വസ്തനായ അജയ് കുമാർ ഭല്ലയാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ഏത് രാഷ്ട്രീയ തീരുമാനവും നടപ്പിലെടുക്കാൻ കഴിയും. അനുകൂലമായ ഒരു സാഹചര്യം വന്നാൽ അവിടെ മറ്റൊരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് BJP ഭരണം തുടരുക. ഈ തന്ത്രമാണ് ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. ശരി, ആർ കിരൺ ബാബു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.